ദില്ലിയിൽ BSFന്റെ ചെറുവിമാനം തകർന്നു വീണു. 2 പേർ മരിച്ചു. 10 പേരാണ് ബോർഡിലുണ്ടായിരുന്നത്. ദില്ലിയിൽ നിന്ന് റാഞ്ചിയിലേക്ക് പോവുകയായിരുന്നു വിമാനം. വിശദാംശങ്ങൾ നൽകാൻ മനുശങ്കർ ചേരുകയാണ്. മനു, ഈ അപകടവുമായി ബന്ധപ്പെട്ട് ഏതെങ്കിലും തരത്തിലുള്ള വിവരങ്ങൾ ലഭ്യമായിട്ടുണ്ടോ? അധികൃതർ നൽകുന്ന പ്രാഥമിക വിശദീകരണം ഏത് രീതിയിലാണ്? സുരേഷ്, ദില്ലി എയർപോർട്ടിന്റെ 5 കിലോമീറ്റർ സമീപത്തുള്ള ദ്വാരകയ സെക്ടറിലാണ് ഇത്തരത്തിലൊരു അപകടം സംഭവിച്ചത്. BSF ഉദ്യോഗസ്ഥരുമായി പോവുകയായിരുന്നു. ചാർട്ടേഡ് വിമാനമാണ് അപകടത്തിൽപ്പെട്ടത്. രാവിലെ 9:30 കൂടിയായിരുന്നു ഒരു അപകടം. 10 പേർ ഉൾക്കൊള്ളാവുന്ന ഈ വിമാനം, ഇതിൽ 8 പേർ BSFിലെ തന്നെ ടെക്നീഷ്യന്മാരായിരുന്നു. എഞ്ചിനീയറിംഗ് വിഭാഗത്തിലുള്ള 8 ടെക്നീഷ്യന്മാരാണ് അതിൻ്റെ അകത്ത് ഉണ്ടായിരുന്നത്. കൂടാതെ 2 സഹ പൈലറ്റുമാരും ഒരു സഹ പൈലറ്റും ഒരു പൈലറ്റും ഉൾപ്പെടെ 2 പേരും ഉണ്ടായിരുന്നു. ഇത്തരത്തിൽ 10 പേരുമായി പോയ വിമാനം ടേക്ക് ഓഫ് ചെയ്ത് അല്പസമയങ്ങൾക്കകം തന്നെ യന്ത്രത്തകരാർ അനുഭവപ്പെടുകയും തിരിച്ച് ലാൻഡ് ചെയ്യുന്നതിനായി തയ്യാറെടുക്കുകയുമായിരുന്നു. ഈ തിരികെ ലാൻഡ് ചെയ്യുന്ന സമയത്താണ് നിയന്ത്രണം നഷ്ടപ്പെട്ട് സമീപത്തുണ്ടായിരുന്ന ഒരു ഭിത്തിയിൽ ഇടിക്കുകയും തുടർന്ന് തീ പടർന്നു പിടിക്കുകയുമായിരുന്നു. വിമാനം പൂർണ്ണമായി കത്തി. തുടർന്ന് വിമാനത്തിലുണ്ടായിരുന്ന 2 പേർ തൽക്ഷണം തന്നെ മരിച്ചിട്ടുണ്ട് എന്നുള്ള റിപ്പോർട്ടുകൾ ലഭിക്കുന്നു. ഇവരുടെ 2 പേരുടെ മൃതദേഹങ്ങൾ കണ്ടെടുത്തു കഴിഞ്ഞു. 4 പേരോളം മരിച്ചിട്ടുണ്ട് എന്നൊരു സ്ഥിരീകരണവും ഉദ്യോഗസ്ഥർ തന്നെ നൽകുന്നുമുണ്ട്. എന്തായാലും ഇതിന് 15ഓളം ഫയർ എഞ്ചിനുകൾ തന്നെ ഇപ്പോൾ സ്ഥലത്തേക്ക് എത്തിയിരിക്കുകയാണ്. ഡൽഹിയിൽ നിന്ന് റാഞ്ചിയിലേക്ക് പോവുകയായിരുന്നു വിമാനം. ഇത്തരത്തിലൊരു അപകടം സംഭവിച്ചതിനെ തുടർന്ന് വിശദമായ അന്വേഷണത്തിന് ഏവിയേഷൻ വകുപ്പ് തന്നെ ഉത്തരവിട്ടിട്ടുണ്ടെന്ന് മഹേഷ് ശർമ്മ തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട്. എന്തായാലും ആഭ്യന്തരമന്ത്രി രാജ്നാഥ് സിംഗ് തന്നെ ഇപ്പോൾ സ്ഥലത്തേക്ക്